ഹലോ, എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ഇന്നലത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇന്നലത്തെ വൈകുന്നേരത്തുള്ള നമ്മളെ പരിപാടിയാണ് കേട്ടോ. റൂമിൽ കുറച്ച് അഴുക്ക് തുണികളൊക്കെ ഉണ്ട്. അഴുക്കാനാലും ചെളിയായിട്ടൊന്നുമില്ല, ഒന്നിട്ടെടുത്ത തുണികളാണ് കേട്ടോ. അപ്പം ഞാനത് വെയിലത്തിട്ടാൽ മതിയോ, ഞാൻ ആ സിൽക്ക് മോഡലാണ് തിരുമ്പണമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് അതിന് ഒരു അച്ചാറിന് എന്തൊക്കെ പാടാമ്പലത്ത് പോയപ്പെട്ടപ്പോൾ അച്ചാറെന്തോ ആയതാണ്. അപ്പോൾ പിന്നെ അതവിടെ ഇങ്ങനെ വെച്ചു. ഇപ്പോൾ തിരുമ്പാൻ ഏതായാലും ഒഴിവില്ല, നാളെ നേരം വെളുത്ത് തിരുമ്പാ എന്നുള്ളതിൽ തന്നെ അങ്ങനെ വെച്ചിട്ടോ. പിന്നെ അങ്ങനെ ഒന്ന് തട്ടിക്കൊട്ടാറുണ്ട്. കാരണം മക്കളുടെ അടുത്ത് എത്ര തട്ടിക്കൊട്ടിയാലും ഒരു വന്ന് പരത്തുന്ന ആളുകളാണ് കേട്ടോ. കാരണം അതൊരു ഇതാണ്, ഓർക്കതൊരു രസമാണ് എന്തെങ്കിലും പരത്തിയിതാക്കുക എന്ന് പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് പിന്നെ അത്ര വൃത്തിമേനുള്ള ആളൊന്നുമില്ല കേട്ടോ, ഞാൻ ഓൾറെഡി ഞാൻ പറയാം. അപ്പോൾ എനിക്ക് തോന്നണം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കും, എന്നാൽ തോന്നിയിട്ടില്ലേ ഞാൻ എടുക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ അങ്ങനെ പണിയെടുക്കാൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോറും കറിയും എല്ലാ കാര്യങ്ങളും അമ്മേനെ ഉണ്ടാക്കല്. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തൊഴിലുറപ്പ് കാര്യങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ കിടക്കി എന്തൊക്കെ വൃത്തിയാക്കുക. എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും കേട്ടോ. വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോഴേക്കും മക്കളെ വന്നിട്ട് അങ്ങോട്ട് വൃത്തികേടാക്കിയിടുക. എത്ര വൃത്തിയാക്കിയാലും വന്നിട്ട് അത് അങ്ങോട്ട് വൃത്തികേടാക്കിയിട്ട് കേട്ടോ. നമുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വരെയൊക്കെ ആരെങ്കിലും വരുന്ന സമയത്താവും നമ്മൾ വരെ ഏറ്റവും കൂടുതൽ വൃത്തികേട്. എല്ലായിടത്തും അങ്ങനെയല്ല, എൻ്റെ സാഹചര്യത്തിലൊക്കെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറ് കേട്ടോ. ഏതായാലും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഒക്കെ പാടൊക്കെ വൃത്തിയാക്കി ലെവലാക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഏതായാലും ചെക്കൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തും. പിന്നെ വേഗം ഞാൻ അടിച്ചേരി വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് റൂമൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പാറും ചാരും കൂടി തറവാട്ടിക്ക് പോയതാണ്, അതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാം കുറച്ച് നേരത്തിന് ഒരു സമാധാനമാണെന്നുള്ളതിൽ ഞാനൊക്കെ നീറ്റാക്കി വൃത്തിയാക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുന്നതിനനുസരിച്ചാണ് അവിടെ ഒരു വൃത്തികേടാക്കാനുള്ളൊരു തോന്നൽ എൻ്റെ മക്കൾക്ക് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ മക്കൾ എനിക്ക് ചില നേരത്തെ അവിടെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കട്ടോ ഞാൻ. എന്നാലും പിന്നെ ഒറ്റൊന്നിനും കാണുന്ന സമയത്ത് ഞാൻ വേഗം ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒച്ചമകളും കേൾക്കുന്നുണ്ട്, വരുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വോയിസ് അവിടുത്തെ പുറത്തെ ശബ്ദങ്ങൾ ഇടാതെ തന്നെയാണ് അമ്പലത്തിൽ ഒരു 5:20 ഒക്കെ ആകുമ്പോഴേക്കും പാട്ടിടും. ആ സമയത്താണ് നമ്മൾ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. മൈരീവല്ലേ എങ്ങനെ പറയാം, ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മളൊക്കെ വൃത്തിയാക്കാറില്ല, അതേപോലുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ ഇടയിൽ എത്തി വന്നിട്ടുണ്ട് എല്ലാവരും. വന്നിട്ട് ഇപ്പോൾ ഓരോന്നും കളിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫോൺ വെച്ചും കൂടി കണ്ടു പാറും. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. വിളിക്കണുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വേഗം വിട്ടോ, അമ്മ അവിടെ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവിടെ പോയി കളിക്കല്ലേ അനക്കല്ലേ എന്നൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ഉടുപ്പാൾ, ഇഷ്ടംമാതിരി ഉടുപ്പാൾ ഡ്രസ്സുകൾ കേട്ടോ. എന്നാലോ എവിടെയും നോക്കുമ്പോൾ ഒറ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനെ സ്വഭാവമാണ് അവർക്ക്. ഒക്കെ അങ്ങോട്ട് കേടെത്തും. നല്ല തന്നെ വേണം, അതൊരു വാശി. പിന്നെ ഒക്കെ കേടെത്തി കളയുകയും ഞാൻ വിചാരിക്കും നട്ടടുത്ത് ഇരിക്കട്ടെ അറിയാൻ. ഇതിന് ചെറിയ കുട്ടിയപ്പോൾ ഓരോ ഡ്രസ്സുകൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇടാനൊന്നും പറ്റാണ്ട് ഇന്നേന്ന്. പക്ഷേ അത് ചാരുവിനെ മുതലാക്കി. അപ്പോൾ അതിനിടയിൽ ഞാൻ വാർപ്പിൻ്റെ മുകളിൽ കുറച്ച് ട്രൗസറും കുപ്പായങ്ങളൊക്കെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വേഗം ഉണങ്ങി കിട്ടുമല്ലോ വിചാരിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വേഗം തുണിയെടുത്ത് വരും, വേഗം അങ്ങോട്ട് തന്നെ ഇറങ്ങണം കേട്ടോ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇട്ട പോലെയാണ് ഓരിനെ അങ്ങോട്ട് ഓടി കളിപ്പിച്ചിട്ടോ. ഓരോ കാര്യമൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് കണ്ടൻറ്റും നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് മക്കളെ. കാരണം ഞാൻ അധികമൊന്നും മക്കളെ ആരെങ്കിലും അങ്ങനെ ഉൾപ്പെടുത്താറൊന്നുമല്ല. പിന്നെ ഉൾപ്പെടുത്തുമ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഇതാണ്ട് പാച്ചിൽ കണ്ടില്ലേ, ഇന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുകയാണ് പരിപാടി. പിന്നെ കുട്ടികളെ സന്തോഷമല്ലേ, എപ്പോഴേലൊക്കെ മേലേക്ക് കയറുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു രസം. അവിടെ അതിനെക്കൊണ്ടാണെങ്കിൽ എപ്പോഴും മേലെ അങ്ങോട്ട് തുറന്നിടും, തുണി എപ്പോഴും അവിടെ ഇട്ടുള്ളൂ. കാരണം നമുക്ക് ഇഴക്കല്ലല്ലോ താഴത്ത്. ഇവിടെ പിന്നെ ഒക്കെ താഴത്തുണ്ട്. കുട്ടികൾ ഡ്രസ്സ് ഇടാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് കയറിയതാട്ടോ. കാരണം ഇവർക്ക് എപ്പോഴും ഉണങ്ങി കിട്ടണം ഡ്രസ്സ്. കാരണം ട്രൗസർ എപ്പോഴും ഇടും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മണ്ണായി കഴിഞ്ഞപ്പോൾ കഴിച്ചിടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മനേനെ ചാരു അവിടെ നിന്നോ, എന്നെ കൊണ്ടുപോകില്ല, ഞാൻ സ്ഥലത്തേക്ക് പോകുകയാണ് നിൽക്കുക കേട്ടോ. അപ്പം എന്നോട് കൂടി ഞാൻ പൂട്ടുകയാണ്, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. എവിടെ ഓള് വരുന്നേ ഒരു പാറുജി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കുക, ഓളങ്ങോട്ട് കൊണ്ടിട്ടായിരുന്നു. അപ്പം ഞാൻ കൊണ്ടിട്ട് പറഞ്ഞപ്പോൾ അടുത്ത ആൾ താഴോട്ട് കയറി. പിന്നെ പറഞ്ഞു മണ്ട കെട്ടി കയറി ഞങ്ങളോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ എടുക്കുക തന്നെ വേണം, ഞാൻ എടുത്ത് ഇറക്കണം എന്ന് പറഞ്ഞു ചാരി. അപ്പം അങ്ങനെ ഓളെടുത്ത് കൊണ്ടിങ്ങനെ പോവുകയാണ്.
പിന്നെ അടുത്ത പരിപാടി പറഞ്ഞാൽ അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കാത്ത ഓരോ ഉണങ്ങിയതൊക്കെ തുണികളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കാണ്ട് പരിപാടി. മുറ്റത്ത് അങ്ങനെ വലിയ ചമ്മലില്ലാത്തതുകൊണ്ട് ഇന്ന് മുറ്റം പരിപാടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം മുറ്റം രാവിലെ അടിച്ച് കയറിയതാണ്. കാരണം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇന്നലെ രാവിലെ ഞാൻ മുട്ടടിച്ചൊരു വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് വൈകുന്നേരത്തെ വിശേഷമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷയുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ആ ലൈക്ക് അടിച്ചാലാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് ആ വീഡിയോ ഷെയറായി പോകുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ. അപ്പോൾ ഞാനീ തട്ടിക്കൂട്ടണത് എന്താ വെച്ചാൽ സോഫയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എവിടെയെങ്കിലൊക്കെ ഒരു മൂലയൊക്കെ ഇങ്ങനെ ഫോൺ വയ്ക്കുക എന്നുള്ളത് തന്നെയുള്ളൂ കേട്ടോ. ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ട്രൈപ്പോഡിനൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല. ശരിക്കും 300 രൂപ 250 രൂപ കിട്ടിയാൽ അവിടെ ട്രൈപ്പോഡ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്താ വേണ്ടതൊന്നും വാങ്ങൂല, വേണ്ടാതൊക്കെ വാങ്ങിക്കൂട്ടും എന്ന പോലെയാണ് നമ്മളെ കഥ. ഏതായാലൊക്കെ വാങ്ങണം. ഞാൻ പറയാം സ്വന്തം കയ്യിൽ കായിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ മുന്നിൽ നമുക്ക് കൈ കൂപ്പേണ്ട ആവശ്യമില്ല. നമുക്കൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ആയി ഇതാക്കും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മക്കളെ ആർക്കെങ്കിലും അച്ചാറ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കട്ടോ. നമ്മൾ അതിനെക്കൂട്ടമ്മ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഞാൻ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഏത് വിധത്തിലുള്ള അച്ചാറാണെങ്കിലും അമ്മ തയ്യാറാക്കി തരും കേട്ടോ. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് നമ്മൾ അച്ചാർ, പക്ഷേ നമ്മളതിലേക്ക് അത്ര എഫക്റ്റ് എടുക്കുന്നതുകൊണ്ട് കേട്ടോ. എനിക്ക് വേണ്ട സാധനങ്ങളിലൊന്നും നമ്മളൊരു പിശുക്കായൊന്നും കാട്ടില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി തരും കേട്ടോ. ഇനി ഗൾഫിലേക്ക് പോകുന്നവർക്കായാലും വിദേശത്ത് പുറത്ത് പഠിക്കാൻ പോകുന്ന ആളുകളുണ്ടാവും, മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് അച്ചാറ് കാര്യങ്ങൾ, ഉണ്ണിയപ്പം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം അച്ചാർ വേണ്ട ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ വിളിച്ചറിയിച്ചാൽ നമ്മൾ ഉണ്ടാക്കി തരും. അല്ലാതെ നമ്മൾ ഒരു കുറച്ചങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് 10 കിലോ അച്ചാർ ഉണ്ടാക്കിയിട്ട് കുപ്പിയിൽ അങ്ങനെ നിരത്തി അങ്ങോട്ട് നിൽക്കലും ഇതാക്കലും അല്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അച്ചാർ ഒരുപാട് ആളുകൾ കടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ കടയ്ക്ക് കൊടുക്കാറില്ല നമ്മുടെ അച്ചാർ. കാരണം നമ്മൾ അച്ചാറിൽ നമ്മൾ എസൻസോ കാര്യങ്ങളോ ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഒരു ഉറപ്പുള്ളൂ ഞങ്ങൾ ഒരു 6 മാസം വരെ നമ്മുടെ അച്ചാർ നിൽക്കും. കാരണം കയ്ലുകളൊക്കെ നല്ല വൃത്തി നീറ്റൊക്കെ ആയിട്ടുള്ള കയ്ലുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നിൽക്കും. പിന്നെ 1/2 കിലോനോ 1 കിലോനോ ഒക്കെ അച്ചാറല്ലേ, അത് 6 മാസം നല്ല 6 ദിവസം കൊണ്ട് തിന്ന് തീർക്കുന്ന ആളുകളാണ് നമ്മുടെ ഇതുവരെയുള്ള കസ്റ്റമേഴ്സിൻ്റെയൊക്കെ അഭിപ്രായമായിട്ടോ. കാരണം അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് കേട്ടോ. നല്ല നാടൻ രീതിയിലുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ കൂട്ടാണ്. എന്താ മുളക് പൊടിയോ കാര്യങ്ങളൊന്നും നമ്മൾ അതിൽ യൂസ് ചെയ്യാറില്ല. മൊഞ്ചോ കളറൊന്നും നമ്മൾ അച്ചാറിന് ഉണ്ടാവില്ല. പക്ഷേ എരിവും പുളിയും എല്ലാതും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ടേസ്റ്റും രുചിക്കും ഒട്ടും കുറവില്ല. നല്ല ഹോം മെയ്ഡ് അച്ചാറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്യാനാണ്. ഇവിടെ മേലെ ആ നമ്പർ അങ്ങോട്ട് എഴുതിയിട്ടുള്ള അറിയില്ലേ, ഏത് നമ്പറായിരുന്നോ, 9002185715. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വൃത്തിയാക്കിയ കാര്യങ്ങളൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് വിശക്കുണ്ട്, മാമു വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അടുത്തെൻ്റെ ചുന്തരനും കൂടി മാമു കൊടുക്കലും കഴിഞ്ഞ് എൻ്റെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ മുത്തുമണികളോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അച്ചാർ വേണ്ട ആളുകൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ കേട്ടോ അച്ചാർ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ നമ്മൾക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം പുരോ.